ഹായ് ഹലോ എല്ലാവർക്കും ജെഫോടെ ക്രാനാവറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ പോയി സിനിമ കണ്ടു, കൊള്ളാം, നല്ലൊരു പടമാണ്. എന്താ പറയുക, ഈ കേരളത്തിൻ്റെ 2040 നടക്കുന്നൊരു സംഭവമായിട്ടൊക്കെയാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. VFX ടീമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കട്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ്ങും എല്ലാം നൈസാണ്. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കൊള്ളാം. ഗഗനാചാരി കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഗഗനാചാരിയുടെ കണക്ക് അത്രയ്ക്ക് ഗഗനാചാരി ഭയങ്കര ഹൈപ്പ് കൊടുത്തിറങ്ങിയ പടമാണ്. പക്ഷേ എന്നാലും അത്ര അങ്ങോട്ട് വിജയിച്ചില്ല. അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ പല പ്രശ്നങ്ങളും ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കേരളം എങ്ങനെയായി 2040 എന്തായാലും കേരളത്തിൽ കൊച്ചിയുടെ ഒരു കോൺസെപ്റ്റാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ നമുക്ക് തോന്നുന്നില്ല കൊച്ചിയൊക്കെ എങ്ങനെ ആവും എന്നുള്ള 2040 ആകുമ്പോഴത്തേക്കിന്. എന്തായാലും ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ ചിക്കാഗോ അല്ലെങ്കിൽ ഈ ജപ്പാൻ, ചൈന അവിടെയൊക്കെ പോയിട്ട് അതിൻ്റെയൊക്കെ ഉള്ളൊരു ഇതെടുത്തിട്ടാണ് നമ്മുടെ മീൻസ് സിറ്റി പോലെയൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചിനെ കാണിച്ചിരിക്കുന്നത്. ആർട്ടുകളൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കൃഷാന്ത് എന്ന് പറഞ്ഞൊരു ആളാണ് ഡയറക്ടറും റൈറ്ററും ഒക്കെ. ഈ പുള്ളിക്കാരൻ്റെ വേറെയും കുറേ അതിന് മുന്നേ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുരുഷപ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് പുള്ളി ഡയറക്ഷൻ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈറ്റിങ്ങും പുള്ളി തന്നെയാണ് ചെയ്തേക്കുന്നത്. എന്താ പറയുക, നമ്മളിതുവരെ കണ്ട് വരാത്തൊരു ടൈപ്പ് ഓഫ് സ്റ്റോറി ലൈൻ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് മെയിനായിട്ട്. പിന്നെ അതുപോലെ സ്ട്രേഞ്ച് തിങ്സിൽ നിന്നും അങ്ങനെയുള്ള കുറേ സീരീസിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്തേക്ക് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 90% ശരിയായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാര്യം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഒരു VFX കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര രസമായിട്ട് തന്നെയാണ് അതൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ എന്താ പറയുക, ഒരു കാർ ഇങ്ങനെ പറന്നു പോകുന്ന സംഭവങ്ങൾ, അതായത് ഫ്ലൈയിങ് കാർസിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളിൽ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു ചിരി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ ഒന്ന് കാണുമ്പോഴേ അങ്ങനെ. പിന്നെ കട്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. കൃഷാന്ത് തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും ചെയ്തേക്കുന്നത്. കൃഷാന്ത് തന്നെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ ഇതിനകത്ത് ആർട്ടിലും പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് IMDb നോക്കിയാണ് പറയുന്നത്. ആർട്ടിലും പുള്ളി ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദിവ്യ ജോബിയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തേക്കുന്നത്. കോസ്റ്റ്യൂം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടാണ് പുള്ളിക്കാരി ചെയ്ത് വെച്ചേക്കുന്നത്. ഭയങ്കര രസമാണ് കോസ്റ്റ്യൂംസ്. അതായത് ആ ഒരു കാലഘട്ടത്തിലെ 2040 എങ്ങനെ വരും എന്നുള്ള രീതിയിലൊക്കെയാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ കാണാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എന്താ പറയുക, മലയാള സിനിമ മുന്നിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് മുന്നിലേക്ക് വെക്കൊണ്ടിരിക്കുകയാണ്. ദിവ്യപ്രഭ, രജിഷ വിജയൻ, അതുപോലെ തന്നെ മണിയമ്പിള്ള രാജുവിൻ്റെ മോൻ നിരഞ്ജൻ, ഇവരൊക്കെ നല്ലോണമൊക്കെ തന്നെ അവരുടെ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആക്ടിങ്ങിൻ്റെ കാര്യത്തിലും നമുക്കൊന്നും പറയാനില്ല. കാര്യം നൈസായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. കുറേ ഷോട്ട് അതിനകത്തുണ്ട്. നിങ്ങളിത് കാണണം. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ആണ്. ഷോട്ടുകളും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ആ മ്യൂസിക് സംഭവങ്ങളും പിന്നെ അതുപോലെ എൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ഫുള്ള് കട്ട്സിനനുസരിച്ച് എഡിറ്റിനനുസരിച്ച് എന്തിനാണോ അവിടെ കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം അത് അവർ കൊടുത്തിട്ടുണ്ട്. അത് മെയിനായിട്ട് എന്താ പറയുക, വർക്കിയാണ് അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ GOPUs അശ്വിൻ കൃഷ്ണനെയ, അവരൊക്കെ അവരുടെ പണി അവർ നല്ല അടിപൊളിയുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിനകത്ത് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, AI വെച്ചിട്ട് പാട്ടൊക്കെ ഉണ്ടാക്കുക ഭയങ്കര രസമാണ്. വീട് ഫുൾ AI ആണ്. ഹൗസ് കീപ്പർ എന്നൊക്കെ പറഞ്ഞാൽ AI ആണ്. പോലീസിലും AI ആണ് ഫുൾ ഹൗസ് കീപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇത് സ്പോയിലേഴ്സ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം പടത്തിനകത്ത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ AI ആണ് ഫുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. 40 കഴിഞ്ഞാൽ ഫുള്ള് കേരളം AI എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കൽക്കി സിനിമയൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടതിൻ്റെ ചെറിയൊരു ഇതൊക്കെ നമുക്ക്, അതായത് കൽക്കിയുടെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് റിലേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടും. ഇവരെല്ലാവരും പറയപ്പെടുന്നത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് കേരളം അങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ അല്ലെങ്കിൽ ലോകം അങ്ങനെ മാറുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ചിരിക്കവരോടുണ്ട് കേട്ടോ. ഞാനൊക്കെ ചിരിച്ച് ചത്ത് തിയേറ്ററിലിരുന്ന് അങ്ങനെ. പക്ഷേ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ചിടത്തേക്കിന് ചെറിയ ലാഗല്ല അങ്ങനെയല്ല, കുറച്ച് കഥ ഇങ്ങനെ പോവാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു പടമാകുമ്പോൾ എന്തായാലും കുറച്ച് ലാഗൊക്കെ വരും. ഒരു സ്റ്റോറിയാണല്ലോ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു ലാഗ് എന്തായാലും അവിടെ വരും. അപ്പോൾ നമ്മളതിനെ വലിയൊരു കാര്യമായിട്ട് പറയല്ല. പക്ഷേ എന്താ പറയുക, പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. അതുപോലെ VFX ടീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങളിലുള്ള ഒരു സംഭവത്തെ നമുക്ക് മാറ്റിയെടുത്താണ് VFX അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ് ആ ഒരു ഫുള്ള് ഒരു മൂവിയിലെ VFXും കാര്യങ്ങളൊക്കെ പോയിരുന്നത്. എഡിറ്റിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇതിനകത്ത് സ്റ്റണ്ട് ചെയ്ത് സ്റ്റണ്ട് മാസ്റ്റർ വന്നേക്കുന്നത് ശ്രവൺ സത്യ. അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ സംഭവങ്ങൾ, അതായത് ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ നൈസായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ പ്രയാഗ് മുകുന്ദനാണ്. നമ്മുടെ PK ഒക്കെ ഇല്ലേ, PK
മസ്തിഷ്ക മരണം, പുണ്യാള ഹൈപ്പോത്തീസിസ്, ഇത് മൂന്നുമാണ് പുള്ളിയുടെ വർക്കായിട്ട് കാണിച്ചേക്കുന്നത്. PK ആ PK തന്നെ 2014 കാണിക്കുന്നത്. ഒരു സിനിമ നോക്കട്ടെ, അല്ലെങ്കിൽ അത് തന്നെ ഇതിൻ്റെ ക്യാമറമാനാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. ഓക്കെ, PKയുടെ സിനിമറ്റോഗ്രാഫറാണ് നമ്മുടെ ഈ പറയുന്ന കണക്ക് ഈ മസ്തിഷ്ക മരണത്തിൻ്റെയും സിനിമറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. എന്തായാലും അതും ഭയങ്കരമായിട്ട് ഇതുണ്ട്. അപ്പം അത്രയൊക്കെയാണ് ഈ പടത്തിൻ്റെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞല്ലോ, ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് സെയിം കൃഷാന്ത് തന്നെയാണ്. അത് പുള്ളി അത് ഞാൻ പറഞ്ഞല്ലോ, കട്ട്സൊക്കെ പറഞ്ഞ് വേറെ ലെവലാണ്. അതിനകത്ത് ഡാവിഞ്ചിയാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇത് ഈ സൈഫൈ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഗഗനാചാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഗഗനാചാരി പോലൊരു പടം, ഗഗനാചാരിയുടെ ഒരു മോസ്റ്റ് അപ്ഡേറ്റഡ് വേർഷനാണ് ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്ക്രിപ്റ്റിലായാലും കട്ട്സിലായാലും എഡിറ്റിങ്ങിലായാലും എല്ലാത്തിലും ഗഗനാചാരിയുടെ കുറച്ചൊരു അപ്ഡേറ്റഡ് വേർഷനാണ് ഈ പടം. അപ്പോൾ ഗഗനാചാരി ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഗഗനാചാരി കാണണം എന്ന് വെച്ചിട്ടിരുന്നിട്ട് ആ പടത്തിൽ നമുക്ക് ലാഗ് അടിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടും. പക്ഷേ അതുപോലുള്ള പടങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല ഈ പടം. പക്ഷേ നല്ല പടമാണ്. എന്തായാലും തിയേറ്ററിൽ പോയി കാണണം എന്ന് ഞാൻ പറയത്തില്ല, കാണാൻ പറ്റുന്നവർക്ക് തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു പടമാണ്. പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും കൂടെ നമ്മളപ്പം വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. അപ്പം പിന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ബൈ, സൈനിങ് ഓഫ്.